അടുത്ത വാർത്തയിലേക്ക് വരുമ്പോൾ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. നെല്ലിയാമ്പതി സീതാർകുണ്ടിൽ നിന്ന് പ്രസവ വേദനയെ തുടർന്ന് നെന്മാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാത്രിയിൽ സാമ്പക് പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭർത്താവ് സുജയ് സർദാർ നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സായ സുദിന സുരേന്ദ്രൻ അവരെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ നിർദ്ദേശിച്ചു. ആരോഗ്യകേന്ദ്രം മെഡിക്കൽ ഓഫീസറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ലക്ഷ്മിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സുദിനയും നഴ്സിംഗ് അസിസ്റ്റന്റ് ജാനകിയും ആശുപത്രിയിൽ പ്രസവമെടുക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി. അർദ്ധരാത്രിയിൽ 108 ആംബുലൻസിന്റെ സേവനം ലഭിക്കാത്തതിനെ തുടർന്ന് പോപ്സൺ എസ്റ്റേറ്റ് ജീപ്പിൽ പോപ്സൺ ഡിസ്പെൻസറി ഫാർമസിസ്റ്റ് മിഥുലരാജ്, ഡ്രൈവർ സാബു എന്നിവരുടെ സഹായത്തോടെ സാംബയും ഭർത്താവും കൈകാട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ദുർഘടം പിടിച്ച വഴിയിലൂടെ ആശുപത്രിയിൽ എത്തും മുന്നേ രാത്രി 12:05 ജീപ്പിൽ തന്നെ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി. സുരക്ഷിതരായി കൈകാട്ടി ആരോഗ്യ കേന്ദ്രത്തിലെത്തിയ യുവതിയുടെ ആരോഗ്യനില മോശമാണെന്നും ജീപ്പിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മനസ്സിലാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജീപ്പിൽ വെച്ച് തന്നെ പൊക്കിൾക്കൊടി മുറിക്കുകയും മറ്റ് പ്രാഥമിക പരിചരണങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള യാത്രാമധ്യേയാണ് കൊമ്പൻ ജീപ്പ് തടഞ്ഞത്. വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഏകദേശം 2 മണിക്കൂർ കൊമ്പൻ റോഡിൽ തന്നെ നിലയുറപ്പിച്ചു. വണ്ടി പുറകോട്ടെടുത്തപ്പോൾ ചെന്നുപെട്ടത് കാട്ടുപോത്തിൻ കൂട്ടത്തിനരികിലായിരുന്നു. ആന കാടുകയറിയതും അമ്മയെയും കുഞ്ഞിനെയും നെന്മാറയിലെത്തിച്ചു. നെല്ലിയാമ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മിയും CHSC ജീവനക്കാരും ഡ്യൂട്ടി ഡോക്ടറും ചേർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട പരിചരണങ്ങൾ ഉറപ്പുവരുത്തി. വിദഗ്ധ പരിശോധനയ്ക്കും പരിചരണത്തിനുമായി ഇരുവരെയും പിന്നീട് പാലക്കാട് വനിതകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ക്രിസ്മസ് രാത്രിയിലെ കൊടുംതണുപ്പിൽ വന്യമൃഗങ്ങൾക്ക് നടുവിൽ അകപ്പെട്ടിട്ടും അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതരാക്കാൻ കഴിഞ്ഞ അനുഭവം JPHN സുദിനിയും നഴ്സിംഗ് അസിസ്റ്റന്റ് ജാനകിയും പങ്കുവച്ചു. UTV ന്യൂസ്, പാലക്കാട്.